ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നത്, സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളൊന്ന് മലപ്പുറം പോവാണ് കേട്ടോ. മലപ്പുറം മഞ്ചേരിക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ടുള്ള സെർച്ച് ഹിസ്റ്ററിയിലുള്ള ഒരു സംഭവം കൂടെ കൂട്ടാൻ വേണ്ടിട്ട് പോണേണ്. എന്റെ സെർച്ച് ഹിസ്റ്ററിയിലുള്ള സംഭവം അല്ല കേട്ടോ, ഇക്കാക്കാന്റെ സെർച്ച് ഹിസ്റ്ററിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോ നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് വിചാരിക്കുന്ന സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൂടെ കൂട്ടും. അപ്പൊ നമ്മുടെ കൂടെ തിരിച്ചു വരുമ്പോ ഒരു അതിഥിയും കൂടി ഉണ്ടാവും. അപ്പൊ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വരും വഴിയെ ഞാൻ പറയാട്ടോ, നിങ്ങളോട് ഈ വ്ളോഗിൽ പറയാം. ഒരു കാര്യം നടക്കോ ഇല്ലയോ എന്ന് അറിയാണ്ട് പെട്ടെന്ന് ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി അത് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്കതൊരു ഭയങ്കര വിഷമമാവും. നമ്മൾ ഭയങ്കര എന്താ പറയാ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോണത്. അപ്പൊ ഇനി എന്താവും ഏതാവും എന്നുള്ളത് വരും വഴി അറിയാം. ഹയാസ് കൂടെ കൂട്ടിയിട്ടില്ല. ഹയാസിന് ഇന്ന് കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പൊ അവനെ കൂടെ കൂട്ടിയാൽ ശരിയാവില്ല. കഴിഞ്ഞ വീക്കിൽ നമ്മള് മൂന്നാർ പോയപ്പോ അവന്റെ ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ട്. വീക്കിലി ആകെ 2 ദിവസമേ ക്ലാസ് ഉള്ളൂ, ഫ്രൈഡേയും സാറ്റർഡേയും. അപ്പൊ എന്തായാലും ക്ലാസ് മിസ് ചെയ്യേണ്ട. കൂടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വലിയ ട്രിപ്പ് കാര്യങ്ങളായിട്ട് പോകണമല്ലോ. അപ്പൊ എന്തായാലും അവൻ കൂടെ വന്നാലും ഈ വണ്ടിയിലിരുന്ന് മുഷിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവനെ കൂടെ കൂട്ടിയിട്ടില്ല. ഹംനാൻ എന്തായാലും കൂടെ കൂട്ടിയിട്ടുണ്ട്. കാരണം തിരിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഞങ്ങള് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ടിക്കാക പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാ പോണേ. 2:40 ആയിട്ടുണ്ട് സമയം. നമുക്ക് ഇവിടെ നിന്നൊരു 4 മണിക്കൂർ ഡ്രൈവ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അങ്ങടേക്ക് തൃശ്ശൂര് കാണിക്കണ്ടല്ലോ. നല്ല റോഡാണെന്ന് തോന്നുന്നത് ആയിരിക്കും എന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ തൃശ്ശൂർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് നമ്മുടെ കുതിരാൻ തുരങ്കമൊക്കെ വഴിയാണ് പോണേന്നാണ് എന്റെ ഒരു ഐഡിയ. അല്ലേ, കുതിരാൻ വഴിയല്ലേ പോണത്? കുതിരാൻ വഴിയല്ലേ പോണത്? അല്ലേ, ഈ ഗൂഗിൾ മാപ്പ് സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല. നമ്മൾ പോണ സ്ഥലം മനസ്സിലാവില്ല. ഹംനത്തെ നല്ല ഉറക്കത്തിലാണ്. വെയില് കാരണം ഞാനിങ്ങനെ ടർക്കിയൊക്കെ വെച്ച് മൂടിയിട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മള് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങള് പിള്ളേരെ കൊണ്ട് പോകുമ്പോ വേണം എന്നൊക്കെ അറിയാം. അപ്പൊ തലേണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹംനിപ്പൊ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. ഈ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോ വേണം ഹംനക്ക് ചോറ് കൊടുക്കാനായിട്ട്. ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു പാത്രത്തില്. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് ഒരുമിച്ച് മലപ്പുറം മഞ്ചേരിക്ക് പോയിട്ട് വരാം. ഞങ്ങൾ ഇന്നലെ ജാതിക്കത്തോട്ടം റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് എന്റെ ഒരു സബ്സ്ക്രൈബർ കണ്ടു എന്ന് പറഞ്ഞ് എനിക്കിപ്പോ വീഡിയോയില് ഇത് ജസ്റ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പൊ എന്നെ അറിയുന്നവര്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങള് എന്നെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ വന്നിട്ട് സംസാരിക്കണം എന്റെ അടുത്ത്. എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഞാനാണോന്ന് ചോദിച്ചാൽ മതി, ബാക്കി ഞാൻ സംസാരിക്കണ കാര്യമൊക്കെ ഞാനായിട്ട്. അപ്പൊ ജസ്റ്റ് എന്നെ കാണുമ്പോ ഒന്ന് വന്നിട്ട് സംസാരിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് എന്നെ കാണാന്നുള്ളത്. ഇപ്പോ ആ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. മീൻസ് ഞങ്ങളെ കണ്ടു എന്ന് കമന്റ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ എന്തായാലും. അപ്പൊ അത് ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി നിങ്ങളിൽ ആരൊക്കെ ഞങ്ങളെ കണ്ടാലും എന്തായാലും വന്ന് സംസാരിക്കുക. നമുക്കപ്പൊ ഒന്ന് കാണാലോ. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ, എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ നിങ്ങൾ. എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങള് ത്രൂ ഔട്ട് ഞങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ വിശേഷങ്ങളും നിങ്ങൾ അറിയുന്നവരൊക്കെയാണല്ലോ. അപ്പൊ ഞങ്ങൾക്കും നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹമുണ്ട്. ഇതുപോലെയൊക്കെ കാണുമ്പോ ജസ്റ്റ് വന്നിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ബാക്കി കാര്യം ഞാനേറ്റ് ഒന്ന് ജസ്റ്റ് അറിയോന്ന് വെച്ചാൽ മതി, ബാക്കി കാര്യം ഞാനേറ്റ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ജസ്റ്റ് ഇവിടെ ഒരു 5 മിനിറ്റ്സിന്റെ കൺജഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരു ചെറിയ ട്രാഫിക് ഉണ്ട്. നമുക്കപ്പൊ യാത്ര പോവാം. നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. പെട്രോൾ അല്ല, ഡീസൽ അടിക്കാൻ കയറിയതാണ്. ഹംന ചെറിയ രീതിയിൽ എഴുന്നേറ്റിട്ടുണ്ട്. ഹംന ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറയണേ. എവിടെ പോണേ നീ? ഹംന ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്, ഹായ് പറ. നമ്മളപ്പതേ ഹംനാക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ നമ്മള് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂര് പ്രോപ്പർ തൃശ്ശൂരാണ് ഇപ്പൊ ഉള്ളത്. നമുക്കിപ്പോ 3:45 സമയം. ഒരു 6 മണി കഴിയുന്നതോടുകൂടി അവിടെ എത്തും. ഹംന എഴുന്നേറ്റാലുള്ള മെയിൻ പ്രശ്നമാണ് ഇവിടെ നിന്ന് ഈ വക പണിയായിരിക്കും കേട്ടോ. ഇവിടെ ഫുൾ നിന്ന് പണിയായിരിക്കും. ഇതാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. തല പോയിട്ട് വേഗം ഇവിടെ ഇരിക്കുക. അത് കാരണം എനിക്ക് മര്യാദക്ക് ഇരിക്കാൻ പറ്റൂല. ഇവളെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും.
ഹംനയുടെ കൈ അതിന്റെ ഇടയിൽ പൂട്ട. ഹംന കൈ അതിന്റെ ഇടയിൽ പോ. ഹംന വാമിയുടെ മടിയിലിരിക്കുവാ. ഹംന ഇക്കാക്കാനെ വിളിച്ച് ഹയാസ് എവിടെ? ഹംനയുടെ മൊട്ടത്തലയില് മുടിയൊക്കെ കിളിർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ ഒന്ന് സെറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടൊക്കെ വേണം ഹംനയുടെ കാതൂത്ത് കല്യാണം നടത്താൻ അല്ലേ. ഹംന കമ്മലിടണോ? കമ്മലിടണോ നിനക്ക്? ഹംന എന്റെ ഉമ്മച്ചിയുടെ ഒക്കെ കമ്മല് പിടിച്ചിങ്ങനെ വലിക്കലാണ്ടോ. ഹംനക്ക് കമ്മലിടാൻ ഇഷ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കാതൂത്തുമ്പോ നല്ല രസമായിരിക്കും. കരഞ്ഞൊരു പരിവാകും ഇല്ലേ? ഇക്കാക്ക കരയോ? കാണാൻ നോക്കി ഇക്കാക്കയുടെ മടിയിൽ ഇരുത്തിയായിരിക്കുള്ളൂ കാതൂത്തുന്നത്. അപ്പൊ നമുക്ക് കാണാം. ഇക്കാക്ക അയ്യോ എന്റെ കൊച്ചിന്റെ കാതൂത്തിനെ എന്ന് പറഞ്ഞ് കരയും. Let's see man. ഹംന വാ ഇവിടെ മടിയിലിരിക്കാവോ. ഹംനനെ കൊണ്ടുവന്നില്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ എന്തായാലും ലേറ്റ് ആവൂലേ തിരിച്ചെത്താനായിട്ട്. അപ്പൊ പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് എന്തായാലും ഫീഡ് ചെയ്യണം. നമ്മള് ജില്ലകൾ കടന്നു പോണതല്ലേ. നമ്മൾ ഏതൊക്കെ ജില്ല ഇപ്പൊ കവർ ചെയ്യും? എറണാകുളത്തുനിന്ന് തൃശ്ശൂരിന്ന് ഇനി പാലക്കാടാണോ? ഇനി നേരെ മലപ്പുറമാണോ? അയ്യോ 3 ജില്ലകളോ. എന്റെ ഫസ്റ്റ് റൈഡാണ് ഞാൻ ഇങ്ങോട്ട് പോണത്. ഇങ്ങോട്ട് ഞാൻ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പോലീസ് അക്കാദമി, ഫയർ അക്കാദമി. ഇവിടെ മടി കയറിയിരിക്കും. ഹംന മടി കയറിയിരിക്കും. ഈ വെയിലടിച്ചിട്ട് ഹംനയുടെ തലയിൽ എവിടെയൊക്കെ മുടിയുണ്ട് എവിടെയൊക്കെ മുടിയില്ലാന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്രാവശ്യം ഇതില്ലേ കൺമിഷില്ലേ സ്റ്റുഡിയോന്റെ, അതത്ര പോരാന്നേ. 2-3 പ്രാവശ്യം ഒടിഞ്ഞത് ഞാൻ എഴുതിയപ്പോഴേക്കും. ഇന്നിപ്പോ പൊട്ടിച്ചുള്ളൂ, അത് പകുതിയായി. മറ്റേ അവര് 79 രൂപക്ക് ഇട്ടേക്കണ കാരണം പഠിച്ചു എങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വാങ്ങിക്കാൻ നോക്കാം. ഇക്കൊക്കെ ഇവിടെ ഹംനാടോ. ആ ഹയാസ് എവിടെ? അവിടെ ഉണ്ട്. ബ്ലോക്കില്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോവായിരുന്നല്ലേ. ഇത് ഇടക്കിടക്ക് ചവിട്ടിയാ പോയിക്കൊണ്ടിരിക്കണം. ഇതെന്താ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂര് ജയില. ഇതാണ് വിയ്യൂര് ജയില്. തൃശ്ശൂരായിരുന്നല്ലേ വിയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോ ഇതേ തൃശ്ശൂരിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻ വണ്ടിയാണെന്ന് തോന്നുന്നു. മീന് നമ്മളീ റൂട്ട് നേരെ പട്ടാമ്പിക്കല്ലേ. നന്ദി വീണ്ടും വരിക. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ മൂന്നാർ പോയ ഹാങ് ഓവർ മാറുന്നതിന് മുന്നേ ഇങ്ങനെ ഈ ഒരു റൂട്ട് വന്നേ. ഇതൊക്കെ കാണുമ്പോ ആ ഒരു ഇതുപോലെ തന്നെയില്ലേ തൊടുപുഴ ആ ഒരു ഹൈ റേഞ്ച് ഏരിയ പോലെ തന്നെ ഉണ്ട്. കണ്ട അങ്ങോട്ടേക്ക് ഫുൾ ഫോറസ്റ്റ് പോലെയാണ്. അവിടെയൊക്കെ വീടുകൾ ഉണ്ടാവുന്നാവും. ഉണ്ടാവില്ലായിരിക്കും. ആന ഉണ്ടാവുന്നാവും. ആ വീടൊന്നും ഇല്ലല്ലേ. ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അമ്പേ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. റബ്ബറാണെന്ന് തോന്നണല്ലേ. റബ്ബറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബസ് റൂട്ടാണ് എന്തായാലും. ബസ് ഫ്രണ്ടിൽ കൂടെ പോണുണ്ട്. നമ്മളിപ്പോ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കാണ് കേട്ടോ കയറിയിരിക്കണത്. ഇക്കാക്ക പറഞ്ഞത് പാലക്കാട് നമ്മൾ കേറൂലെന്നായിരുന്നു. പക്ഷെ നമ്മൾ പാലക്കാട് കേറിയിട്ടുണ്ട്. പാലക്കാട് ത്രൂ തന്നെയാണ് മഞ്ചേരിക്ക് പോണത്. എന്താ നിർത്തിയ എന്നാ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയേക്കണത്. ഞങ്ങള് ജസ്റ്റ് പാലക്കാടിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൂ. അവിടെ ബോർഡ് വെച്ചേക്കണ കണ്ടാണ് ഇത് പാലക്കാടിലേക്ക് കയറിയെന്ന് അറിഞ്ഞത് കേട്ടോ. ആ തൃശ്ശൂര് പാലക്കാട് ബോർഡറിൽ തന്നെയാണ്. ഇവിടെ കൊറേ കടികളുണ്ടെന്ന് തോന്നുന്നു. വല്യാക്കാന്റെ തട്ടുകട അമ്പോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഹംനാക്ക് പറ്റിയത് എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ. കുറച്ചേരി ഇരുത്താൻ പറ്റിയ ഉണ്ടമ്പരി ഒന്നും വാങ്ങിക്കണം കേട്ടോ. ഉണ്ടമ്പരി വാങ്ങിച്ചാ ഹംന വിചാരിക്കും അന്ന് വാങ്ങിച്ചില്ലേ ബോളാണെന്ന് എറിഞ്ഞു കളയും. അതാണ് ഉണ്ടമ്പരി. ഞാൻ ഇവിടെ ഇരുന്നാ പോരെ, ഇങ്ങനെ കൊണ്ടുത്തരും.
ഇറങ്ങണം, അല്ലെങ്കിൽ കുറെ നേരം ആയിരിക്കണം. ഇത് ഓഫ് ചെയ്തു. പാലക്കാട് മൊത്തം ഈ നെൽപ്പാടങ്ങളും ഭയങ്കര പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലല്ലേ. പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ ചൂടും അതുപോലെ കൂടുതലുള്ള സ്ഥലമാണ്. ഈ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കണോണ്ട് മര്യാദ എടുക്കാൻ പറ്റുള്ളൂ. ആ വ്യൂ ഇങ്ങോട്ട് എന്താ പറയാ ഒപ്പിയെടുക്കാൻ പറ്റണില്ല. ആ വ്യൂ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയായിരുന്നു. ഒരു 7 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടാ. നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു. ചായ നല്ല ചായ ആയിരുന്നല്ലേ, നല്ല സമാവർ ചായ ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യം കഴിച്ച മറ്റേ ആ എന്താ അതിന്റെ പേരെന്താ, ആ ബ്രെഡിന്റെ ഉള്ളില് എഗ് വെച്ചിട്ടുള്ളത്, അത് നല്ലതായിരുന്നു. ഇക്കാ കഴിച്ച ഷവർമ നല്ലതായിരുന്നല്ലേ. കിളിക്കൂടിന്റെ ടേസ്റ്റ് ഇതാണോന്ന് അറിയില്ല, ആദ്യമായിട്ട് കഴിക്കണതാണ്. എനിക്ക് തോന്നിയത് മറ്റേ കട്ട്ലേറ്റിന്റെ ഫില്ലിങ്ങിനകത്ത് സേമിയോ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തേക്കുന്ന സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടാ. ഹംനാക്ക് അത് ഇഷ്ടായി. ഓ ചായ കുടിച്ചതിന്റെ എമ്പൊക്കൊക്കെ പോകുന്നില്ല. പിന്നെ ഒരു ഉന്നക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വൻ തോൽവിയായി പോയി. പിന്നെ ഞങ്ങള് വാങ്ങിയതല്ലേന്ന് ഓർത്ത് കഴിച്ചിട്ട് അതിപ്പോ ഇങ്ങോട്ട് പോന്നേ. പിന്നെ വണ്ടിയിൽ വെച്ച് കൊടുക്കാന്നുള്ള പ്ലാനിൽ വാങ്ങിയതാണ്. പക്ഷെ അത് പഴുക്കാത്ത പഴത്തിന്റെ ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു മിസ്റ്റേക്ക്, അത് കാരണം അത് കുറച്ച് തോൽവിയായി പോയി. ഓ ഹംനാക്ക് ഇതേ മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അബ്ബ. ഇനി ഈ മിഠായും കൊണ്ട് വേണം ഹംനാന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുത്താനായിട്ട്. നമ്മളിപ്പോ പട്ടാമ്പി കഴിഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ റൂട്ടിലാണ് കേട്ടോ, തൃത്താല കൊല്ലം. അങ്ങനെയാണ് ഇപ്പൊ സ്ഥലത്തിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടോ. ഞാനീ നമ്മുടെ കടകളുടെ നെയിം ബോർഡ് ഉണ്ടല്ലോ, അതിനകത്ത് കൊടുത്തേക്കുന്ന സ്ഥലം നോക്കിട്ട് കേട്ടോ പറയണേ, തൃത്താല കൊല്ലം. ഇത് കൊല്ലല്ലോ പട്ടാമ്പി പാലക്കാടാണ്. പട്ടാമ്പി കഴിഞ്ഞിട്ടുണ്ട്. കോപ്പം, അത് ഈ സജീർ കോപ്പം ഒരു സിംഗറൊക്കെ ആ പുള്ളിയുടെ സ്ഥലമാണ്. എനിവേ നമ്മളൊരു മണിക്കൂറിനുള്ളില്, 1 മണിക്കൂറല്ലേ മാക്സിമം, ആ 1 മണിക്കൂറിൽ നമ്മള് ലൊക്കേഷനിലേക്ക് എത്തും. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിത് ജസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി 1 മണിക്കൂർ എടുക്കൂലല്ലേ? എത്രയുണ്ട് സമയം? 1 മണിക്കൂറാണോ കാണിക്കുന്നത്? അപ്പൊ നമ്മള് പെരിന്തൽമണ്ണ ആയിട്ടില്ലല്ലോ, 12 കിലോമീറ്റർ കേട്ടോ പെരിന്തൽമണ്ണയിലേക്ക്. അവിടെ നിന്ന് കുറച്ചും കൂടി പോകാനുണ്ട് അല്ലെ, മഞ്ചേരി ആ റൂട്ടിലേക്കാണ് പോകുന്നത്. സമയം ഇപ്പൊ 5:54 ആയിട്ടുള്ളൂ. 6 മണി പോലും ആയിട്ടില്ല. ക്ലൈമറ്റിന് നല്ല രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തും. പിന്നെ നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട് കേട്ടോ. ഹംനാക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതേ ചെറിയ രീതിയിൽ മഴയും കൂടിയും പൊടിഞ്ഞിട്ടുണ്ട്. ഈ ഇടയായിട്ട് നമ്മൾ എവിടെ പോയാലും മഴയായിരിക്കും. നമ്മൾ എത്തണ സ്ഥലമാകുമ്പോഴേക്കും മഴ പെയ്യുന്നുണ്ട്. അതൊരു ഐശ്വര്യത്തിന്റെ ലക്ഷണങ്ങളാവാം അല്ലെ. മഴ നല്ലതാണെന്നല്ലേ പറയണേ. അപ്പൊ എന്തായാലും നമ്മളൊരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തും കേട്ടോ. നമ്മളിതേ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായിട്ട് നഖം കടിക്കാൻ പോയതാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തിയെന്ന് ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹംനതേ ഉറക്കത്തിലാണ്. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ ഗൂഗിൾ മാപ്പിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കറക്റ്റ് ടൈമിന് ഇവിടെ എത്തി. എനിക്ക് അങ്ങനെ വലിയ ക്ഷീണം തോന്നുന്നില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നപ്പോ ഭയങ്കര ഒരു ക്ഷീണം തോന്നി. അതായത് ഇവിടെ നിന്ന് മൂന്നാർ പോയപ്പോ ആളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആളൊന്ന് മീറ്റ് ചെയ്തിട്ട് ബാക്കി പറയാം.
അപ്പൊ ഇത് ഇക്കാക്ക് ആള് വന്നപ്പോ ആളുടെ കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. നമ്മുടെ ഓഫീസിലേക്ക് കുറച്ചധികം നാളായിട്ട് ഇക്കാവിന്റെ ഒരു ആഗ്രഹമാണ് ഒരു വണ്ടി വേണം എന്നുള്ളത്. അപ്പൊ അത് സെറ്റ് ആവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ വണ്ടി വന്ന് നോക്കാൻ കാരണം വേറെ ഒന്നുമില്ല, നമുക്കത് ഫോട്ടോയിലും വീഡിയോ കോളിലൊക്കെ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല, സെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്കലി നമ്മൾ ഇവിടെ വന്ന് നോക്കിയാലാണല്ലോ അറിയുള്ളൂ. അപ്പൊ അതാണ് എന്തായാലും ഇന്ന് പിക്ക കുറച്ച് ഫ്രീ ആണ്, അപ്പൊ എന്തായാലും വന്ന് നോക്കാം എന്നുള്ള ഇതിലാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ പിന്നെ ഇക്കൊക്കെ എവിടെ പോയാലും കൂടെ ഉണ്ടാവും. പിന്നെ ഇന്നിപ്പോ കൂടെ ഇത്രയും ലോങ് ഡ്രൈവ് ആണ്, ഇനിയിപ്പോ റിട്ടേൺ പോകുമ്പോ എന്തായാലും നൈറ്റ് ആവും. അപ്പൊ ഞാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോരാലോ. ഹംനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ട്. ഹംനാൻ എന്തായാലും കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റില്ല. ഹയാസിന് പിന്നെ കരാട്ടെ ക്ലാസ് ഉള്ളതുകൊണ്ട് അവൻ അവിടെ നിന്നോളും. ഇവൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇക്കാക്ക അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. സെറ്റ് ആവോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു ഐഡിയയും ഇല്ലാത്ത കേസാണ്. നമുക്ക് ഇക്കാക്ക ഇൻഡെപ്തില് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. എന്തായാലും ഇന്ന് നമ്മൾ എടുക്കുന്നില്ല, ജസ്റ്റ് നോക്കാം എന്നുള്ള മട്ടിന് മാത്രമാണ് കേട്ടോ വന്നേക്കുന്നത്. എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പിന്നീടാണ്. അപ്പൊ എന്തായാലും ഇക്കാക്ക പോയിട്ട് വരട്ടെ. നമ്മളങ്ങനെ വണ്ടിയൊക്കെ നോക്കി. ഇനി വണ്ടിയുടെ ബാക്കിയുള്ള സൈഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി വിശദമായിട്ട് ഇക്കാക്ക് നോക്കിയിട്ട് വേണം അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താനായിട്ട്. 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. എടുക്കാനും എടുക്കാതിരിക്കാനുള്ള സകല ചാൻസസ് ഉണ്ട്. വണ്ടിക്ക് അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ ഇക്കാക്ക് ഇനി നോക്കണം. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ എയർപോർട്ടിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇടുന്നുണ്ട്. ഇപ്പൊ സമയം 7:25 ആയിട്ടുണ്ട്. ഒരു 12 മണിയൊക്കെ ആവില്ല എന്തായാലും നമ്മൾ വീടെത്താനായിട്ട്. 11:30 എയർപോർട്ടിലേക്കല്ലേ കാണിക്കണേ. പിന്നെ അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ കയറണേ. നമുക്ക് ഫുഡ് കഴിക്കാൻ കയറണം. മലപ്പുറത്ത് ഫുഡ് എല്ലാം ഭയങ്കര എന്താ പറയാ, ഭയങ്കര സെറ്റപ്പ് ഫുഡ്, അറബിക് ഓതന്റിക് ഫുഡ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമല്ലോ മലപ്പുറം. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കണം. ഹംന നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ഹംനാൻ ഇനി ഫീഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കണം. നമ്മളപ്പോ ഇനി ഫുഡ് കഴിക്കാൻ കയറാം. എന്തെങ്കിലും ഇന്നലെ ഇപ്പൊ ബിരിയാണി കഴിച്ചതല്ലേ, അപ്പൊ ബിരിയാണി വേണ്ട, എന്തെങ്കിലും ലൈവായിട്ട് കിട്ടണ എന്തെങ്കിലും ഫുഡ് അങ്ങനെ കഴിക്കാം. മീൻസ് തട്ടുകട. മലപ്പുറത്ത് വന്നിട്ട് തട്ടുകട എക്സ്പ്ലോർ ചെയ്യണമെന്നല്ല കേട്ടാ, അങ്ങനെ എന്തെങ്കിലും ലൈവായിട്ട് കിട്ടണ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ പോരിക്ക. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ഇപ്പൊ പട്ടാമ്പി റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടില് നമ്മൾ അങ്ങോട്ട് പോയ ആ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ ഒരു തട്ടുകടയിൽ കയറിയേക്കാണ് ലൈവ് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ. അപ്പൊ ആദ്യം ഞങ്ങളിപ്പോ ഒരു പുട്ടും ബീഫും മിക്സ് കഴിച്ചിട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ അതിന്റെ ടേസ്റ്റ് കൂടുതലും ഉണ്ട്. ഒരെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. ഇപ്പൊ കപ്പയും ബീഫും മിക്സ് പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ചായ ഇവിടെ ഇരിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ എന്തെന്നാ ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടോ, ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട്. ഹംന ഇവിടെ നല്ല ഉറക്കത്തിലാണ്. ഹംന എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ കയറി അടുത്ത ഫുഡ് കഴിക്കാം. ഇപ്പൊ സമയം എത്ര കഴിക്കുക? 8 മണിയോ? 8 മണിയൊക്കെ ആയിട്ടില്ലേ? 9 മണി. അത്രയോ? 9 മണി. എന്തായാലും വീട്ടിലെത്തുമ്പോ 1 മണിയൊക്കെ ആവൂല. എന്തായാലും നമ്മള് പയ്യെ പോണുള്ളൂ. അപ്പൊ ഇനിയും വിശക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇനിയും കഴിക്കുക. ഇതില് കാണിക്കണത് 11:30ക്കാണ് കാണിക്കുന്നത് എത്തുന്ന അറൈവിംഗ് ടൈം. അത് എയർപോർട്ടിലേക്കല്ലേ അല്ലേ? 10-15 മിനിറ്റ് മതിയല്ലോ, രാത്രിയല്ലേ. എന്നാലും ഇനി മണിക്കുള്ളില് എത്തുമായിരിക്കും. ഹംനീറ്റ് എന്തേലും ഹംനാക്ക് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? അപ്പം ഇവിടുന്ന് ഒരെണ്ണം വാങ്ങിച്ചാലോ? ലൈവ് അപ്പോലെ ലൈവ് ആണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചാലോ അല്ലേ? നൂൽപുട്ടുണ്ട്, കപ്പയും ബോട്ടിയല്ലല്ലോ, കപ്പയും ബീഫും സ്പൈസി അല്ലേ? അല്ല ഇവക്ക് അപ്പം ഇഷ്ടമാണ്, വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാം നമുക്ക്. അതിപ്പോ കഷ്ടപ്പെട്ട് ഉറങ്ങണതാണ്. അതിനെ പെണീപ്പിച്ച ശരിയാവൂല. അതുറങ്ങുകയൊക്കെ പോയി. നമുക്കൊരു അപ്പം വാങ്ങിക്കാം, ഓംലേറ്റ് ആയി എടുത്തിട്ട് വാ. ഞാൻ ഒന്ന് മര്യാദക്ക് ഫുഡ് കഴിച്ചോട്ടെ, അതിനെ എണീപ്പിച്ചിട്ട് എന്തിനാ?
ഇതവിടെ ഓംലെറ്റ് റെഡി ആയി കൊണ്ടുവരുന്നുണ്ട്. സിംഗിളോ ഡബിളോ? പറഞ്ഞത് നല്ലൊരു സിംഗിളിന് വരുത്തുള്ളൂ. സുടുസുട ഓംലെറ്റ്. ഹംനാനെ നമുക്ക് കുറച്ച് പണിപ്പിക്കാം. ഹംനാക്ക് ഒരു അപ്പം വാങ്ങിച്ച് വെക്കാം. ഇൻകേസ് ഇനി പോണ റൂട്ടിൽ കിട്ടിയില്ലെങ്കിൽ. എൻ്റെ പാത്രം ഉണ്ടായിരുന്നു, പാത്രം കഴുകണം. പക്ഷെ ചോറ് അതിനകത്ത് ബാലൻസ്, അതാ പ്രശ്നം. കഴിച്ചോ? ആ ചൂടപ്പാടി എന്റെ വായിൽ വെച്ച് ശരിയാവില്ല. കഴിച്ചോ? കഴിക്ക്. കഴിച്ചോന്ന്? ചൂടില്ലെന്ന് അതിന് ആവി ഓർക്കണ്ട് പോയി. എന്റെ വായു പൊള്ളിക്കാനുള്ള പരിപാടി. അപ്പൊ കഴിച്ച് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 12:48 ഇന്ന് ഏത് ദിവസം? ശനിയാഴ്ച അല്ലേ? മെയ് 3 ശനിയാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി യാത്രയില്ല. നിങ്ങളോട് വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഹംനത് ഉറക്കത്തിലാണ്. ഹയാസും അവിടെ കിടന്ന് ഉറക്കത്തിലായിരിക്കും അകത്ത് കിടന്നിട്ട്. അപ്പം ഇതിനകത്തേക്ക് പോയി കിടന്ന് നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങാനുള്ള നല്ല മൂഡായിട്ടുണ്ട്. കയറി കിടന്ന് ഉറങ്ങട്ടെ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.